Hello guys, welcome back to my YouTube channel. ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടെറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്ക്രീനിൽ ഞാൻ എഴുതി കാണിക്കുന്നുണ്ട് ഡിസ്കൗണ്ട് സ്റ്റാർട്ടഡ് എന്ന്. ഡിസ്കൗണ്ട് സ്റ്റാർട്ടഡ്. അതുപോലെ ഞാൻ ആ കൊടുത്തിരിക്കുന്ന നമ്പർ അതാണ് നമ്മുടെ വാട്സപ്പ് നമ്പറാണ്. ആ നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. ഞാൻ ഡിസ്കൗണ്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തതാണ് ഡിസ്കൗണ്ട്. അപ്പോൾ ഒരു 5-6 ദിവസത്തേക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്കും ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ അറിയേണ്ടവർ ഈ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ചില ബന്ധങ്ങൾ ഈ വ്യക്തിക്ക് ശരിയാവില്ലെന്ന് മനസ്സിലാകുന്നു. നിങ്ങളാണ് ശരിയെന്ന് ഈ വ്യക്തി തിരിച്ചറിയുന്നു. അപ്പോൾ ഉറപ്പായിട്ടും എന്താണ് ഈ പേഴ്സണ് വന്നിരിക്കുന്ന മാറ്റങ്ങൾ? ഈ പേഴ്സണ് അനാവശ്യമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നും എന്താണ് ഈ വ്യക്തി പഠിച്ചിട്ടുള്ളത്, മനസ്സിലാക്കിയിട്ടുള്ളത്? നിങ്ങളുടെ യഥാർത്ഥ സ്നേഹം ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്താണ് ഈ പേഴ്സന്റെ എനർജി എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ കുറച്ച് ഡിവൈൻ മെസ്സേജസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആദ്യമേ തന്നെ ഏഞ്ചൽ കാർഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്നാണ്. അപ്പോൾ നന്നായിട്ട് സംസാരിക്കാനാണ് പറയുന്നത്. ഏഞ്ചൽസ് പോലും ഈ പേഴ്സണോടായിക്കോട്ടെ നിങ്ങളോടായിക്കോട്ടെ മര്യാദക്ക് സംസാരിക്കാൻ പറയുന്നുണ്ട്. മേ ബി നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ലായിരിക്കാം. ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള മര്യാദക്കുള്ളൊരു സംസാരം നിങ്ങൾക്കിടയിൽ നടക്കുന്നില്ലായിരിക്കാം. ഈ സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് നിങ്ങളോട് മര്യാദക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാനാണ് ആദ്യമേ തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ഡിവൈൻ മെസ്സേജ് ഏഞ്ചൽ മെസ്സേജ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഒരു ഡിവൈൻ മെസ്സേജ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതെന്താണെന്ന് നോക്കാം. യെസ്, വെരി ബ്യൂട്ടിഫുൾ ചേഞ്ച് ആണ് കാണിക്കുന്നത്. അതുപോലെ ഒരുപാട് ബ്ലൂ ബട്ടർഫ്ലൈസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് താഴ്മയുടെയും സമാധാനത്തിന്റെയും സഹനശക്തിയെയും വലിയൊരു മാറ്റത്തെയും സൂചിപ്പിക്കുന്ന കാർഡാണ്. നമുക്ക് ദുർഗാദേവിനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഏത് ദൈവത്തെ ആയിക്കോട്ടെ, ഇപ്പൊ പ്രത്യേകിച്ച് ദേവിമാരെയൊക്കെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണെങ്കിൽ, ഇപ്പോ ഭദ്രകാളി ദേവി, ദുർഗാദേവി, അങ്ങനെയൊക്കെ ഏതെങ്കിലും ദേവിമാരെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അവരുടെ ബ്ലെസ്സിങ് ഉണ്ട്, ആ ദൈവങ്ങളുടെ ബ്ലെസ്സിങ് ഉണ്ട്, ആ ദൈവങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അത് മാത്രമല്ല നിങ്ങൾ ബ്ലൂ ബട്ടർഫ്ലൈസ് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് വലിയൊരു മാറ്റത്തെ, അതായത് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇടയിലുള്ള ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് അഹങ്കാരപൂർണമായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ നമുക്ക് ചില ബന്ധങ്ങളൊക്കെ മര്യാദക്ക് മുന്നോട്ട് പോകാത്തത് എന്തുകൊണ്ടാണ്? അഹങ്കാരം ഉള്ളത് കൊണ്ടാണ് അല്ലേ? ഇപ്പൊ ഒന്നില്ലെങ്കിൽ നിങ്ങൾ സമാധാനമായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ അഹങ്കാരത്തോടെ സംസാരിക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടും, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര സമാധാനത്തോടെ സംസാരിക്കുമ്പോൾ നിങ്ങൾ ദേഷ്യപ്പെടും, നിങ്ങൾ അഹങ്കാരമാകും. ഈ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. അത് ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആരുടെ ഭാഗത്താണ് തെറ്റെന്നുള്ളത്. അപ്പോൾ ആ ഒരു തെറ്റ് തിരുത്താൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവമാണെങ്കിൽ അതൊന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള, കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ ഈ ഒരു പ്രണയബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ അത്തരം ഒരു ബ്ലെസ്സിങ് ആണ്, ഒരു അനുഗ്രഹമാണ് നിങ്ങളിലേക്ക് വന്നു ചേരാനായിട്ട് പോകുന്നത്. അത് പ്രത്യേകിച്ചും ഒരു ദേവിയുടെ അനുഗ്രഹവും കൂടിയാണ്. അതുപോലെ ഒരു സ്പിരിച്വൽ എനർജി നോക്കുകയാണെങ്കിൽ കണക്ഷൻ ആണ്. ലവ് ഈസ് ദ ബ്രിഡ്ജ് കണക്ടിങ് സോൾ, ചെറിഷ് ദോസ് കണക്ഷൻസ് എന്നാണ് കാണിക്കുന്നത്. അപ്പൊ യൂണിവേഴ്സിന്റെ ഒരു മെസ്സേജ് ആയിട്ട് നമുക്ക് ഇതിനെ എടുക്കാം.
അപ്പൊ യൂണിവേഴ്സ് പറയുകയാണെങ്കിൽ പോലും ഈ ഒരു പ്രണയബന്ധം ഒരു പാലമാണ്. ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം, അല്ലെങ്കിൽ നമുക്കത് ട്രാവലിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, ഒക്കെ പറ്റുന്നതാണ് ഒരു പാലം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പ്രണയം എന്ന് പറയുന്നത് ഒരു പാലം പോലെയാണ്. അത് രണ്ട് ആത്മാക്കൾ തമ്മിലുള്ള ഒരു കണക്ഷനാണ്. അത് വളരെ മനോഹരമായിട്ട് നിങ്ങൾ കൊണ്ടുപോകൂ എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുവാൻ താല്പര്യപ്പെടുന്നത്. ആൻഡ് ഓൾസോ നമുക്ക് നോക്കാം നെക്സ്റ്റ് എനർജി എന്താണെന്നുള്ളത്. ഈ പേഴ്സൺ തിരിച്ചറിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പേഴ്സൺ ഒരുപാട് കണക്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഒരുപാട് കണക്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിലായിരിക്കാം, ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് എന്നുള്ള രീതിയിലായിരിക്കാം, കൊളീഗ്സ് ആയിരിക്കാം, ഒപ്പം വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഈ പേഴ്സൺ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നുള്ളൊരു മെന്റാലിറ്റി അല്ലെങ്കിൽ തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ, നിങ്ങൾ തെറ്റാണ്, വേറെ ആരൊക്കെയോ ശരിയാണ് എന്ന് ഈ പേഴ്സൺ വിചാരിച്ചിരുന്നു, വിശ്വസിച്ചിരുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഈ പേഴ്സണ്, നിങ്ങളുടെ വ്യക്തിക്ക് ഒരു കൂട്ടുകാരി ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു കൂട്ടുകാരൻ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അവരാണ് ശരി, നിങ്ങളാണ് തെറ്റ്, നിങ്ങൾ പറയുന്നത് തെറ്റ്, അവർ പറയുന്നതാണ് ശരി. ആ ഒരു മെന്റാലിറ്റിയാണ് ഈ പേഴ്സൺ ഉണ്ടായിരുന്നത്. ഓക്കെ, പക്ഷെ അത് അവര് ശരിയല്ല എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് ഈ വ്യക്തി വരുന്നുണ്ട് എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഒരു ഒരു തേർഡ് പാർട്ടി പോലെ, ഒരു ശക്തമായിട്ടുള്ള ഒരു തേർഡ് പാർട്ടി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഇടയിലേക്ക് വന്നിട്ടുള്ള ഒരു തേർഡ് പാർട്ടി, അത് നിങ്ങളുടെ രണ്ട് പേരും തമ്മിലുള്ള ഈ ഒരു പ്രണയബന്ധത്തെ നെഗറ്റീവായിട്ട് നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ ഈ പേഴ്സൺ അത് ആ ഒരു തേർഡ് പാർട്ടി ആയിട്ട് ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, പക്ഷേ ആ ഫ്രണ്ട്ഷിപ്പ് എവിടേക്കോ അതിര് കടന്നു പോയി, അല്ലെങ്കിൽ അത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ നെഗറ്റീവായിട്ട് ബാധിച്ചു എന്നാണ് പറയുന്നത്, നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പേഴ്സൺ അത്തരം ബന്ധങ്ങൾ നിർത്തിവെക്കുന്നു, അല്ലെങ്കിൽ തനിക്ക് കൊള്ളില്ല, തൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇത്തരം ബന്ധങ്ങളൊന്നും ശരിയാകില്ല എന്ന് മനസ്സിലാക്കി ഈ വ്യക്തി മാറി നിൽക്കുന്ന സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളോടാണ് ഒരു ഇന്റൻഷൻ വന്നിരിക്കുന്നത്. ഈ പേഴ്സന്റെ എല്ലാ ഉദ്ദേശവും ആഗ്രഹങ്ങളും എല്ലാം നിങ്ങളിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് ഹൈ എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളുടെ അടുത്തേക്ക് വരണം, നിങ്ങളുമായിട്ട് സംസാരിക്കണം, നിങ്ങളുമായിട്ടുള്ള എനർജി ആയിട്ട് എന്താ പറയുക, ടാപ്പ് ചെയ്യണം, നിങ്ങളുമായിട്ടുള്ള എനർജി ആയിട്ട് കണക്റ്റ് ആകണം, നിങ്ങളുടെ മനസ്സിലേക്ക് കയറിക്കൂടണം, നിങ്ങളുമായിട്ട് സംസാരിക്കണം. അങ്ങനെ ഈ പേഴ്സന്റെ ആ ഒരു ഉദ്ദേശം മുഴുവനും നിങ്ങളിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്നാണ്. ആൻഡ് ഓൾസോ നമുക്ക് നെക്സ്റ്റ് പറയുകയാണെങ്കിൽ, പീസ്ഫുൾ പെർസ്യൂട്ട്സ് ആൻഡ് ഹാപ്പി ടൈമാണ്. അതായത് ഈ പേഴ്സൺ ഒരുപാട് നൂലാമാലകളിൽ പോയി വീണതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം പലതും സത്യമാണ് എന്ന് വിചാരിച്ച് ഓരോ കുഴിയിൽ പോയി ചാടുക. നമ്മൾ പറയില്ലേ, സത്യമാണെന്ന് കരുതിയിട്ട് ഓരോ കുഴിയിൽ പോയി ചാടുക. അത് കൂടുതലും ഈ പേഴ്സണെ തെറ്റുകളിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് ഈ പേഴ്സന്റെ കൂട്ടുകാരായിട്ടാണ് കാണിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ പേഴ്സണും ഒരുപാട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ഈ റിലേഷൻഷിപ്പിനും ഒരുപാട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അതിൽ നിന്നുമൊക്കെ എല്ലാം മാറി ഈ പേഴ്സൺ ഇപ്പോൾ ഒരു റിലാക്സ് ചെയ്തിരിക്കുന്ന, അതായത് സമാധാനമാണ് ഏറ്റവും വലുത് എന്നുള്ള ഒരു മെന്റാലിറ്റിയിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. സമാധാനപരമായിട്ട് ഇരിക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ആൻഡ് ഓൾസോ ഈ റിലേഷൻഷിപ്പിൽ അനാവശ്യമായിട്ടുണ്ടായിട്ടുള്ള എനർജീസ്, അതായത് വ്യക്തികളായിരിക്കാം, സാഹചര്യങ്ങളായിരിക്കാം, എനർജീസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുന്നതും ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അതെല്ലാം തന്നെ ക്ലീൻ ചെയ്തു പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു കാർഡ് നമുക്ക് ഈ പേഴ്സന്റെ എനർജിയിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അതായത് ഈ ഒരു പ്രണയബന്ധം ഒന്ന് നന്നായിട്ടൊന്ന് സോപ്പിട്ട് പതപ്പിച്ച് കഴുകി ക്ലീൻ ആക്കി എടുക്കണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. തൂത്ത് തുടച്ച് വൃത്തിയാക്കി എടുക്കണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പ്, ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ഒരുപാട് എനർജിയിലേക്ക് സ്പ്ലിറ്റ് ആയി കിടക്കുന്ന ഒരു ബന്ധമാണ്.
അതായത് നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഇടയിൽ ഒരുപാട് വ്യക്തികൾ വന്നിട്ടുണ്ട്. അതായത് ഈ പേഴ്സന്റെ കൂട്ടുകാരാകാം, കൊളീഗ്സ് ആകാം, നിങ്ങളുടെ കൂട്ടുകാരാകാം, കൊളീഗ്സ് ആകാം, വീട്ടുകാരാകാം, അങ്ങനെ എല്ലാവരും കൂടെ നിങ്ങളുടെ രണ്ടുപേരുടെയും ഈ ബന്ധത്തിലേക്ക് എടുത്തു ചാടി പലവരും അഭിപ്രായം പറയുന്നു, പലവരും നിങ്ങൾക്കിടയിലേക്ക് കയറി വരുന്നു, പലവരും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് എനർജി, അനാവശ്യമായിട്ടുള്ള എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അത് ക്ലീൻ ചെയ്യണം. അത് ക്ലീൻ ചെയ്തിട്ട് നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ ഒരു പ്രൈവസിയിലേക്ക് കൊണ്ടുവരണം എന്നാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. വളരെ നല്ല കാര്യം. അതുപോലെ ഈ പേഴ്സൺ ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഈ പേഴ്സൺ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. മനസ്സ് ശുദ്ധമാക്കി വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. മനസ്സു ശുദ്ധിയോടുകൂടിയും ശുദ്ധതയോടുകൂടിയും വെക്കാൻ ശ്രമിക്കുന്നു. മനസ്സിൽ വരുന്ന കാര്യങ്ങൾ പോസിറ്റീവ് ആക്കിയെടുക്കാനായിട്ട് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട്. ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങളും, പ്രാർത്ഥനകളായിരിക്കാം, അഫർമേഷൻ ആയിരിക്കാം, എന്തൊക്കെയോ കാര്യങ്ങൾ ഈ പേഴ്സൺ സ്വന്തമായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളോടുള്ളത് യു ആർ അട്രാക്ടിങ് ദ റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് ടൈം ഇൻ ടു യുവർ ലൈഫ് എന്നാണ്. യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് തെറ്റിയിട്ടില്ല, നിങ്ങൾക്ക് ഈ വ്യക്തിനെ തെറ്റിയിട്ടില്ല. നിങ്ങൾക്ക് പലപ്പോഴും തോന്നിക്കുന്നുണ്ടാകാം ഈ നിങ്ങളുടെ സെലക്ഷൻ തെറ്റായി പോയോ, നിങ്ങൾ തെറ്റായ ഒരു വ്യക്തിനെയാണോ ചൂസ് ചെയ്തത് എന്ന് നിങ്ങൾക്ക് തോന്നിക്കുന്നുണ്ടാകാം. പക്ഷെ അങ്ങനെ തോന്നിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ കൃത്യമായിട്ടുള്ള വ്യക്തിനെ തന്നെയാണ് അട്രാക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും നിങ്ങൾ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് ശരിയായിട്ടുള്ള ആളാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഓൾസോ ദ ഓവറോൾ എനർജി ഈസ് യെസ്, ദ ഫോക്കസ്ഡ് ആൻഡ് ദ അക്യുലേസ്ഡ് ആൻഡ് ഇന്റലിജന്റ്. ചാലഞ്ചിനെ ഫേസ് ചെയ്യാനും സഡൻ ആക്ഷൻ എടുക്കാനും പെട്ടെന്ന് മാറ്റങ്ങൾ കൊണ്ടുവരാനും ഒക്കെ കഴിവുള്ള ഒരു വ്യക്തിയെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നൈറ്റ് ഓഫ് സോർട്സ് ആണ്. വേഗതയേറിയ എനർജിയാണ്. ഭയങ്കരമായിട്ടുള്ളൊരു പെട്ടെന്ന് ചേഞ്ചസ് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സണ് പെട്ടെന്ന് മനസ്സ് വിചാരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും, പെട്ടെന്ന് അഭിപ്രായങ്ങൾ പറയാൻ പറ്റും. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് വരണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ വ്യക്തിക്ക് വരാൻ പറ്റും. പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ ചില ബന്ധങ്ങൾ ഈ വ്യക്തിക്ക് ശരിയല്ല എന്നുള്ളൊരു തിരിച്ചറിവിലാണ് ഈ പേഴ്സൺ വന്നിട്ടുള്ളത്. അപ്പൊ ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടോടത്ത് ഈ പേഴ്സൺ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ലിമിറ്റ് വെക്കേണ്ടോടത്ത് ലിമിറ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അനാവശ്യമായ ബന്ധങ്ങളെ മാറ്റി നിർത്തേണ്ടടുത്ത് മാറ്റി നിർത്താൻ ഈ പേഴ്സൺ തയ്യാറായിരിക്കുന്നു. ഇതാണ് നമുക്ക് ഓവറോൾ എനർജി ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ക്ലൂസ് ഒന്നും ഇന്ന് എടുക്കുന്നില്ല, ഈ ഒരു റീഡിങ്ങിൽ എടുക്കുന്നില്ല. സോ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പേഴ്സണൽ റീഡിങ്ങിന്റെ ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്ക്രീനിൽ ഞാൻ എഴുതി കാണിക്കുന്നുണ്ട്. ഡിസ്കൗണ്ട് സ്റ്റാർട്ട്. വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് വേണ്ടവർക്ക്, ആവശ്യമുള്ളവർക്ക് ഈ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിൻ്റെയും ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ. സോ അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.